ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത 24 മണിക്കൂറിനകം പിതാമയുടെ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. രാധികയോട് ഞാൻ സംസാരിച്ചിരിക്കും. മാഡം, ഇതൊരു ചലഞ്ചായിട്ട് തന്നെ എടുത്തോ. ഇവളാ ദേവനാരായണൻ തിരുമേനിയുടെ അന്തസ്സുള്ള മകൾ. ഇവളെ ഓർത്ത ഞാൻ അഭിമാനിക്കുന്നത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയ ഇവള് തന്നെയാ. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ഒരേ ഒരാളെ ഉള്ളൂ. എന്റെ മോൾ. ദൈവം വാക്ക് മാറ്റിയാൽ പോലും നിന്റെ വാക്കുകൾക്ക് മാറ്റം വരില്ല എന്ന് വിശ്വസിച്ചിരുന്നവനാ ഞാൻ. ജീവശ്വാസം പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നെയാ നീ ചതിച്ചത്. ആ നിന്നോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല. കടന്നു പോ എന്റെ മുന്നിൽ നിന്ന്. എന്താ ഇപ്പൊ പെട്ടെന്ന് അച്ഛനെ ഓർക്കാൻ? അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. അച്ഛനെ വിളിക്കാൻ ഫിദാമേടത്തിനോടൊന്ന് പറഞ്ഞാലോ? വേണ്ട. എന്നെ കാണുന്നതോ എന്റെ ശബ്ദം കേൾക്കുന്നതോ അച്ഛനിഷ്ടല്ല. അച്ഛനിഷ്ടല്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല. എന്റെ കൃഷ്ണ, എന്റെ അച്ഛനെ കാത്തോളനെ. അച്ഛനൊന്നും സംഭവിക്കരുതേ. മാഡം, എനിക്ക് പിതാമേടത്തിനെ കണ്ടേ പറ്റൂ. അവരവിടുണ്ട്. ഈ ചോദ്യത്തിന് ഞാൻ വരുന്നോട് ഉത്തരം പറഞ്ഞില്ലേ? അതെ, നിങ്ങൾ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഉത്തരം കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ഫിദാമേടത്തിനെ വിളിച്ചിരുന്നു. അവരെന്താ ഫോൺ എടുക്കാത്തത്? അതെനിക്കറിയില്ല. ലുക്ക്, രാധികയും ഫിദാമേടവും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. അത് മറച്ചു പിടിക്കാൻ നിങ്ങൾ എന്നോട് ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവരവിടെയുണ്ട്. എത്ര ദൂരെയാണെങ്കിലും ഞാൻ പോയി കണ്ടോളാം. വരുണതിന് ഇത്രയും ബഹളം വെച്ച് രാധിക അന്വേഷിക്കുന്ന? രാധികയായിട്ട് എന്ത് ബന്ധം വരുന്നുള്ളത്? അത് നിങ്ങളോട് പറയേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല. അപ്പോ വരുണ് രഹസ്യങ്ങളാവാം. അതെന്താ മറ്റുള്ളവർക്ക് ആയിക്കൂടാത്തെ? ഓഹോ, അപ്പോ രഹസ്യങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങളങ്ങ് സമ്മതിച്ചു. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് മാഡം? ഇക്കാലത്ത് ആർക്കാ ഇങ്ങനെ കുളിച്ച് താമസിക്കാൻ പറ്റുന്നത്? ആർക്കത് കണ്ടുപിടിക്കാൻ കഴിയാത്തത്? എങ്കി വരൻ കണ്ടുപിടിച്ചോളൂ. എന്നെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ ഇവിടെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്റ്റാഫ് മാത്രോ. ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമാണ് അറിയേണ്ടതെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. വേണ്ട മാഡം, നിങ്ങൾ തരുന്ന യാതൊരു ഇൻഫർമേഷനും എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഫിദാമേടത്തോട് നിങ്ങൾ പറയണം, അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൂരതയാണെന്ന്. ഒളിച്ചും മറച്ചും അവര് കൊണ്ടു നടക്കുന്ന രാധയുണ്ടല്ലോ, അവൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ഒരുപാട് കാലം നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രമല്ല, വേറെ ആർക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത 24 മണിക്കൂറിനകം പിതാമയുടെ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. രാധികയോട് ഞാൻ സംസാരിച്ചിരിക്കും. മാഡം, ഇതൊരു ചലഞ്ചായിട്ട് തന്നെ എടുത്തോ. നമ്പർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി പിന്നീട് വീണ്ടും ശ്രമിക്കൂ. The
number you are trying to reach is not responding. Please try again later. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഓ, ഐശ്വര്യ മാഡം ആണല്ലോ. ഹലോ മാഡം. ജയന്തി, ആദ്യത്തെ തവണ നിനക്ക് പിഴച്ചു അല്ലേ? അതെ മാഡം. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയുന്നില്ല. മാഡം തന്നത് പാലിൽ ചേർത്ത് കയ്യിലെടുത്തപ്പോ പെട്ടെന്ന് ചെയ്യാനുള്ള മനസ്സാണ് ആദ്യം ഉണ്ടാവേണ്ടത്. കൈയും മനസ്സും വിറച്ച നിനക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. ഞാൻ എന്താ മാഡം ചെയ്യേണ്ടത്? എനിക്ക് ഇനി കാത്തിരിക്കാൻ പറ്റില്ല. ഇന്നത് നടന്നിരിക്കണം. മനസ്സിലായോ? എനിക്കും രാമേട്ടനും ഒരു കുഴപ്പം വരാത്ത രീതിയിൽ ചെയ്യാനാ ഞാൻ ശ്രമിക്കുന്നത്. അതിനൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് എന്നെ ചെയ്തോളാം മാഡം. ഞാൻ പറഞ്ഞല്ലോ ജയന്തി, നിന്റെയോ രാമചന്ദ്രന്റെയോ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. ജയന്തിക്ക് വേണ്ടതൊക്കെ ഞാൻ തരും. പറഞ്ഞതൊക്കെ ജയന്തി പൂർത്തിയാക്കിയാ മതി. ഞാൻ ഇന്ന് തന്നെ ചെയ്തോളാം മാഡം. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല. ശരി, ഞാൻ ജയന്തിയുടെ വിളി കാത്തിരിക്കും.